നമുക്കൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് കേട്ടോ. നമ്മൾ കൂടുതലായിട്ട് സെല് ചെയ്യുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ കോട്ടൺ മെറ്റീരിയൽ ആണ്. കോട്ടൺ മെറ്റീരിയലിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഒരു കോട്ടൺ മെറ്റീരിയൽ ഏതാണെങ്കിലും നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ കൂടെ ഒരു ലേബൽ ഉണ്ടായിരിക്കും. ആ ലേബലിൽ പറയുന്ന വാഷ് ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഹാൻഡ് എംബ്രോയിഡറി, അതുപോലെ തന്നെ പ്രിന്റ്, ലേസ് വർക്ക് ഇങ്ങനെ വരുന്ന മെറ്റീരിയൽ ആണെങ്കിൽ അത് കൂടുതലായിട്ടും നിങ്ങൾ ഹാൻഡ് വാഷ് ചെയ്യുക റാദർ ദാൻ മെഷീൻ വാഷ്. പിന്നെ ഈ മെറ്റീരിയലിനെ കുറിച്ച് വരുന്ന വേറൊരു കംപ്ലൈന്റ് ആണ് നമ്മൾ പെട്ടെന്ന് ചുളിഞ്ഞു പോകുന്നുള്ളത്. നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും നമുക്കറിയാം, നമ്മളൊരു പാർട്ടിക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ പുറത്തിറങ്ങുന്ന സമയത്തായിരിക്കും നമ്മൾ അയൺ ചെയ്യാൻ പോവുക. അപ്പൊ ആ ഒരു അയൺ ചെയ്ത ആ ഡ്രസ്സിന്റെ ടെമ്പറേച്ചറും നമ്മുടെ ബോഡി ടെമ്പറേച്ചറും കൂടി ഒരുമിച്ച് വരുമ്പോഴാണ് ഇത് പെട്ടെന്ന് ഷ്രിങ്കായി പോകുന്നത്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മിക്കവാറും നമുക്കൊരു സ്വഭാവം അങ്ങനത്തെ ഇല്ല, എന്നാലും നിങ്ങൾ തൊട്ട് മുന്നേ ഉള്ള ദിവസം അയൺ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പുറത്ത് പോകുന്നതിന് 1 മണിക്കൂർ മുന്നെങ്കിലും നിങ്ങൾ അയൺ ചെയ്തിട്ട് ഡ്രസ്സ് ഉപയോഗിക്കുക. അപ്പൊ ഒന്നും കൂടി നമുക്ക് ആ ഒരു ഡ്രസ്സിന് കൂടുതൽ കെയർ കൊടുക്കാൻ പറ്റും. Thank you.